തിരക്ക് അതിഭയങ്കരമായിട്ട് ഉണ്ട്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് ഫോഴ്സിൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെയാണ് സംവിധാനങ്ങൾ? നമ്മളിപ്പോൾ 1-ാം തീയതി വൈകുന്നേരം തൊട്ട് തന്നെ പൊങ്കാലയ്ക്ക് വേണ്ടി പ്രത്യേക പോലീസ് അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ നഗരത്തിലുണ്ട്. ട്രാഫിക് ഡൈവേർഷൻസ്, പാർക്കിംഗ് ഏരിയാസിൻ്റെ നിയന്ത്രണങ്ങൾ, റെയിൽവേ സ്റ്റേഷൻസ്, KSRTC ബസ് സ്റ്റാൻഡ്, എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പ്രത്യേക അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നല്ല രീതിയിലുള്ള ഔട്ട്ഫ്ലോ ഉണ്ടാവും. ഹ്യൂജ് ക്രൗഡ് പെട്ടെന്ന് എക്സിറ്റ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ എക്സിറ്റിന് വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ നമ്മൾ ട്രാഫിക് ഡൈവേർഷൻസ് എല്ലാം നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ബാരിക്കേഡ് സംവിധാനമെല്ലാം നമ്മൾ നടപ്പന്തലിന് മാത്രമല്ല പുറത്തും നമ്മൾ ഈ തവണ ഉണ്ടാക്കിയത് കൊണ്ട് നിയന്ത്രണ വിധേയമായിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല കൂട്ടം ഉള്ളത് കൊണ്ട് ഈ സ്നാച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ തടയാനായിട്ട് നമ്മൾ മഫ്റ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ടെമ്പിളിനകത്തും ഈ നടപ്പന്തൽ ഈ സ്ഥലങ്ങളിലെല്ലാം ചുറ്റുവട്ടത്തിലെല്ലാം നിയമിച്ചിട്ടുണ്ട്. വാച്ച് ടവർ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ CCTV ക്യാമറാസിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ സർവൈലൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ടായിട്ടില്ല. കാര്യങ്ങൾ നന്നായിട്ട് നിയന്ത്രണം വിധേയമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ, ചന്ദ്രഗ്രഹണമാണല്ലോ ഇന്ന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇന്നത്തെ തിരക്ക് എങ്ങനെയാണ് നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഉച്ചയ്ക്ക് ശേഷം അമ്പലം അടച്ചിരിക്കും. ആ സമയത്തിൽ എന്തായാലും നമ്മൾ തൊഴാൻ പറ്റില്ല. അപ്പോൾ അതിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ പോലീസ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. സാർ, അപ്പോൾ ഈ ഉച്ചയ്ക്കുള്ള ആ തിരക്ക് രാവിലെ അതിനേക്കാളും കൂടുതലായിട്ട് അനുഭവപ്പെടത്തില്ലേ? കാരണം ആ നട അടച്ചിരിക്കുന്നുണ്ട്. ഇന്നലെയാണ് നല്ല തിരക്കുണ്ടായിരുന്നത്. അതെ, ഇന്നലെ വൈകുന്നേരമെല്ലാം വൻ തിരക്കാണ്. ഇപ്പം അത്ര ഇല്ല ആക്ച്വലി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചന്ദ്രഗ്രഹണം ഉള്ളത് കൊണ്ട് ജനങ്ങൾ നേരത്തെ തന്നെ തൊഴുതിട്ട് പോയോന്ന് അറിയില്ല. നമ്മൾ ഓക്കെ. അപ്പോൾ ഈ എക്സിറ്റിൻ്റെ നമ്മുടെ എമർജൻസി എന്തെങ്കിലും ഇവിടെ 3 വഴികൾ നമ്മൾ എമർജൻസി എവാക്യുവേഷൻസ് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും എമർജൻസി, മെഡിക്കൽ എമർജൻസിയോ അല്ല ഫയർ എമർജൻസി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എവാക്യുവേറ്റ് ചെയ്യാനുള്ള എല്ലാ ഒരു പ്രത്യേക ഒരു SP-ൻ്റെ കീഴിൽ എമർജൻസി എവാക്യുവേഷൻ മാത്രം ഒരു പോലീസ് പ്ലാൻ ഉണ്ട്. ഓക്കെ സാർ, ഇത് എങ്ങനെ ടീം ബേസ്ഡ് ആയിട്ടാണോ ഓരോ വിങ്ങായിട്ട് തിരിച്ചിട്ടുണ്ടോ? അതെ, പല സെക്ടർസായിട്ട് ഡിവിഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥർക്കും അവർ ആ ഏരിയയിൽ അവർക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ ബന്ദോബസ്ത് സ്കീം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് ബ്രീഫ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ സാർ, ഈ പൊങ്കാല കഴിഞ്ഞു കഴിഞ്ഞാലുള്ള തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നത്? പൊങ്കാല കഴിഞ്ഞാൽ ഇപ്പോൾ മെയിനായിട്ട് റെയിൽവേ സ്റ്റേഷൻ വഴിയായിട്ടും ബസ് സ്റ്റാൻഡ് വഴിയായിട്ടും ആണ് കൂടുതൽ എക്സിറ്റ് ആവുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ച് പോലീസ് ട്രാഫിക് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു DCP ഉണ്ട്, അവിടെ DYSP ഇൻസ്പെക്ടർ സെപ്പറേറ്റ് ആയിട്ട് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് പ്രൈവറ്റ് വെഹിക്കിൾസ് ഇവരെ പിക്ക് ചെയ്ത് പോകാനായിട്ട് പ്രൈവറ്റ് വെഹിക്കിൾസ് അകത്തേക്ക് വരുമല്ലോ, അതിനുള്ള സംവിധാനം ഉണ്ടോ? അതോ പാറശ്ശേരിക്ക് കഴിഞ്ഞാൽ ഇവിടെ ഇല്ല. അതത് പാർക്കിംഗ് ഏരിയയിൽ അവർക്ക് KSRTC ബസ് പിടിച്ചിട്ട് ആ പാർക്കിംഗ് ഏരിയ പോയിട്ട് അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് പോകും അവരുടെ വണ്ടി. അല്ലാതെ ഇവിടെ ടെമ്പിളിൻ്റെ ചുറ്റുവട്ടത്തിൽ നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾസ് അലൗഡ് ഇല്ല. ഓക്കെ. അപ്പോൾ നല്ല രീതിയിലുള്ള സഹകരണം തന്നെ എല്ലാ സൈഡിൽ നിന്നും എല്ലാ വിങ്ങും നിന്നും കിട്ടുന്നുണ്ടല്ലോ? അതെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം സംയുക്തമായിട്ടാണ് നീങ്ങുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.